ചെറിയ അളവിലുള്ള മദ്യ ഉപയോഗം കൊളസ്ട്രോള് പിന്നെ കത്തിച്ച് കളയും എന്ന് നാട്ടും പുറത്ത് ചോദിച്ചാൽ നന്നായി. ഒരു തുള്ളി മദ്യം പോലും നിങ്ങളെ ആരോഗ്യത്തിന് ആവശ്യമില്ല. ഈ ചെറിയ അളവിലുള്ള മദ്യ ഉപയോഗം കൊളസ്ട്രോൾ കുറയ്ക്കും, ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കും എന്നുള്ളത് കഷ്ടപ്പെട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവർ ചില ഡോക്ടർമാരെ സ്വാധീനിച്ചുണ്ടാക്കിയെടുത്ത കൃത്രിമ റിപ്പോർട്ടാണ്. ഗുഡ് ലൈഫ് 2018 പ്രസന്റഡ് ബൈ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, കോ പവർഡ് ബൈ അസൻ ENT ഹോസ്പിറ്റൽ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ വലിയൊരു ശീലമാക്കണമെന്ന് റോയ് ഡോക്ടറും ശശിധരൻ ഡോക്ടറും പറഞ്ഞു. ഒന്ന് വ്യായാമമാണ്, ഒന്ന് നല്ല ഭക്ഷണ രീതിയാണ്. അതോടൊപ്പം നമ്മൾ ഒഴിവാക്കേണ്ട മറ്റ് ചില ശീലങ്ങളുണ്ട്. ശീലങ്ങളല്ല, ദുശ്ശീലങ്ങൾ എന്ന് തന്നെ പറയാം. അതിലൊന്നാണ് മദ്യപാനം, മറ്റൊന്ന് പുകവലി. ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ സബ്സ്റ്റൻസ് അബ്യൂസ്, ഇൻക്രീസ് കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. KMCT മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ PN സുരേഷ് കുമാർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഡോക്ടർ, പ്ലീസ് വെൽക്കം. ലഹരി ഉപയോഗത്തിൽ പ്രധാനമായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മദ്യപാനത്തെക്കുറിച്ചാണ്. മദ്യപാനം ഒരു രോഗമാണോ? ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞിട്ട് 30 ml ഡെയിലി മദ്യം കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണെന്നെല്ലാം. തീർച്ചയായിട്ടും മദ്യം ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചെറിയ അളവിൽ മദ്യം കഴിച്ചുകൊണ്ട് അത് അതേ രീതിയിൽ തന്നെ തുടർന്നു പോകാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ലഹരി മൂലം അത് കാലക്രമേണ നമ്മൾ ആ മദ്യത്തിൻ്റെ അളവ് കുറേശ്ശെയായിട്ട് കൂടി കൊണ്ടുവരും. അതുപോലെ മദ്യം കഴിക്കുന്ന ദിവസങ്ങൾ കൂടി വരും. അങ്ങനെ ക്രമേണ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും മദ്യത്തിന് അഡിക്റ്റഡ് ആവും, മദ്യത്തിന് അടിമയായി പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മദ്യം കിട്ടിയില്ലെങ്കിൽ, നമുക്ക് രാത്രി മദ്യം കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൈ വിറയൊക്കെ വന്നു കൊടുക്കും. അതിന് നമ്മൾ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. ഇങ്ങനെ വിത്ഡ്രോവൽ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിത്ഡ്രോവൽ സിംറ്റംസ് മാറാനായിട്ട് നമുക്ക് മദ്യം കഴിക്കേണ്ടി വരും. അതിനെ റിലീഫ് ഡ്രിങ്കിങ് എന്ന് പറയും. അങ്ങനെ മദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. പല മലയാളികൾക്കും ഈ ഡയബറ്റീസ് വരാൻ കാരണം സ്ഥിരമായിട്ട് മദ്യം കഴിച്ച് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ട് ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതുകൊണ്ടാണ്. ഇൻസുലിനാണ് രക്തത്തിൽ ഷുഗറിൻ്റെ അളവിനെ താഴ്ത്തുന്നത്. അപ്പോൾ അങ്ങനെ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വന്നാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയാം, ഷുഗർ കൂടാം. ഇനി ഈ ആൽക്കഹോളിസം കൊണ്ട് മറ്റ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, ഞരമ്പുകളെല്ലാം ബാധിക്കാം. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന പോലെ തന്നെ ആൽക്കഹോളിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖം വരാം. അങ്ങനെ നിരവധി ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം.